dear students, welcome back to National Academy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ 9th ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചായിരുന്നു. കുറേ പാരാമീറ്റേഴ്സ് നമ്മളവിടെ പഠിച്ചു, കുറേ ടേംസ് പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൂയിഡ്സിനും കുറേ പാരാമീറ്റേഴ്സും കുറേ ടേംസും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഫ്ലൂയിഡ്സിലെ ഫസ്റ്റ് പറയാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രഷറാണ്. എന്താണ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഷർ ഈസ് ദ ഫോഴ്സ് ഇൻ എ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രഷറിനെ നമുക്ക് ഇങ്ങനെ പറയാം, ദ നോർമൽ ഫോഴ്സ് ഓർ ത്രസ്റ്റ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ഇതിനെ നമുക്ക് പ്രഷർ എന്ന് പറയാം. ഇനി ഒരു ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഉണ്ട്. അപ്പോൾ നമ്മളൊരു കണ്ടെയ്നറിനകത്ത് ഒരു ഫ്ലൂയിഡ് എടുക്കുകയാണ്. അപ്പോൾ ആ ഫ്ലൂയിഡ് സ്വാഭാവികമായിട്ട് അവിടെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്ലൂയിഡ് റെസ്റ്റിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. പ്രഷറിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സ് പെർ ഏരിയ ആണ് അല്ലേ. അപ്പോൾ പ്രഷറിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. അതുപോലെ തന്നെ ആ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമ്മൾ പാസ്കൽ എന്ന ടേമിലാണ് അറിയപ്പെടുന്നത്. കാരണം ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് പാസ്കൽ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ആണ്. ദെർഫോർ പ്രഷറിൻ്റെ യൂണിറ്റ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ ആണ്, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനി ഒരു പെർട്ടിക്കുലർ കണ്ടെയ്നറിൽ നമ്മളൊരു കണ്ടെയ്നറിൽ കുറച്ച് ഫ്ലൂയിഡ് എടുത്തിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ ആ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് അവിടുത്തെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആയിരിക്കും. അങ്ങനെ എച്ച് ഹൈറ്റിൽ ഒരു ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ P ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച് ആണ്. ഇവിടെ റോ എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ ആണ്. ജി ഈസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതുപോലെ തന്നെ എച്ച് എന്ന് പറയുന്നത് എത്ര ഹൈറ്റിലാണോ നമ്മൾ ആ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ ഹൈറ്റിനെയാണ് നമ്മൾ എച്ച് എന്ന് പറയുന്നത്. പ്രഷർ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ആണ് അല്ലേ, അതിൻ്റെ ഡെൻസിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെർഫോർ ഏത് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ആണെന്നുള്ളത് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതെടുത്ത വെസലിൻ്റെ ഷേപ്പിന് ഒരിക്കലും പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.01 × 10⁵ പാസ്കൽ ആണ്. എത്രയാണ്? 1.01 × 10⁵ പാസ്കൽ ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു കണ്ടെയ്നറിനകത്ത് വാട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടെയ്നറിനകത്ത് വാട്ടർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മളൊരു ഒബ്ജക്റ്റ് സബ്മേർജ് ചെയ്യണം. അപ്പോൾ ആ ഒബ്ജക്റ്റ് സബ്മേർജ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്ലൂയിഡ് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും അല്ലേ. ഈ ഒബ്ജക്റ്റിന് എഗെയിനിസ്റ്റ് ആയിട്ടൊരു ഫ്ലൂയിഡ് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അങ്ങനെ ആ സബ്മേർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൽ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന അപ്വേർഡ് പ്രഷറിനെയാണ് നമ്മൾ ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്? ഈ ബോയന്റ് ഫോഴ്സിൻ്റെ ആക്ഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് സബ്മേർജ്ഡ് പാർഷ്യലി ഓർ ഫുള്ളി ഇൻ എ ഫ്ലൂയിഡ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബോയന്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ഒബ്ജക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്ലൂയിഡിനകത്തേക്ക് ഒരു ഒബ്ജക്റ്റ് സബ്മേർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വെയിറ്റ് കാരണം കുറച്ച് വെള്ളം പുറത്തേക്ക് പോകും. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ പുറത്തേക്ക് ഡിസ്പ്ലേസ് ആയി പോയിട്ടുള്ള ആ ഫ്ലൂയിഡിൻ്റെ വോളിയത്തിന് അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. നെക്സ്റ്റ് ലോ ആണ് ദ പാസ്കൽസ് ലോ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വെൻ എ പ്രഷർ ഈസ് അപ്ലൈഡ് അറ്റ് എനി പാർട്ട് ഓഫ് ദ enclosed liquid, it is transmitted or undiminished to the whole point of the liquid as well as to the wall of the container. അതായത് നമ്മളൊരു കണ്ടെയ്നറിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ നമ്മൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്യണം. ആ പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രഷർ എന്ന് പറയുന്നത് ഈക്വലി അതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ വാൾ ഓഫ് ദ കണ്ടെയ്നറിലേക്കും ഒരേപോലെ അൺഡിമിനിഷനെയും അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യും എന്നാണ് പാസ്കൽസ് ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാസ്കൽസ് ലോനെ നമ്മൾ ലോ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ലിക്വിഡ് പ്രഷർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ലോ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ലിക്വിഡ് പ്രഷർ എന്ന പേരിലും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. പാസ്കൽസ് ലോ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ, അതായത് പാസ്കൽസ് ലോ വെച്ചിട്ട് ഒരുപാട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പാസ്കൽസ് ലോയുടെ മെയിൻ ആപ്ലിക്കേഷനാണ് നമ്മുടെ ഹൈഡ്രോളിക് പ്രസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക്, അതുപോലെ തന്നെ ഹൈഡ്രോളിക് ബ്രേക്സ്. അതായത് ഹൈഡ്രോളിക് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന മിക്ക ഇൻസ്ട്രുമെൻറ്റും പാസ്കൽസ് ലോ ബേസ്
ചെയ്തിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം എപ്പോഴും ഒരു വാട്ടറിൻ്റെ ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഡ്രോപ്പിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു മെർക്കുറി, ഒരു ചെറിയ എമൗണ്ട് ഓഫ് മെർക്കുറി നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ഇടുകയാണ്. അത് വന്ന് വീഴുന്നത് ഒരു സ്ഫെറിക്കൽ ഷേപ്പിലായിരിക്കും. അതായത് ഡ്രോപ്പിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്ഫെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യുന്നത്. അങ്ങനെ ആ സർഫസ് ഏരിയ മിനിമൈസ് ചെയ്ത് ആ ഒരു സമയത്ത് അവരുടെ ആ വാട്ടർ സർഫസിൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ടെൻഷനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സർഫസ് ടെൻഷൻ്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ലിക്വിഡ് സർഫസ് ഡ്യൂ ടു വിച്ച് ഇൻ ദിസ് ഹാസ് എ ടെൻഡൻസി ടു ഡിക്രീസ് ഇറ്റ് സർഫസ് ഏരിയ. അതായത് അതിൻ്റെ സർഫസ് ഏരിയ, ഏതൊരു ലിക്വിഡും അതിൻ്റെ സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സർഫസിൽ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സർഫസ് ടെൻഷനെ നമ്മൾ മാത്തമാറ്റിക്കലി സർഫസ് ടെൻഷനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. അതായത് സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും അല്ലേ? അതിൻ്റെ ഡയമെൻഷൻ വരുന്നത് m(t⁻²) ആയിരിക്കും. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ പറഞ്ഞു സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സർഫസ് ടെൻഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും? ഇറ്റ് ഓൾസോ ഈക്വൽ ടു ദ വർക്ക് ഡൺ ഇൻ ഇൻക്രീസിങ് ദ സർഫസ് ഏരിയ ഓഫ് ദ ഫ്രീ സർഫസ് ബൈ 1 യൂണിറ്റ്. അതായത് ആ സർഫസ് ഏരിയ നമുക്ക് ഒരു യൂണിറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് എത്ര വർക്ക് ചെയ്യണോ അതിന് ഈക്വൽ ആയിരിക്കില്ല അതിൻ്റെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. കാരണം അത് രണ്ടും ഈക്വൽ ആയാൽ മാത്രമല്ല ആ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സർഫസ് ഏരിയ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ. സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ എന്ന രീതിയിൽ നമുക്ക് സർഫസ് ടെൻഷനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സർഫസ് ടെൻഷൻ്റെ മേജർ ആപ്ലിക്കേഷൻസ് ആണ് ദ മോസ്കിറ്റോ സിറ്റിംഗ് ഓൺ എ വാട്ടർ സർഫസ്. വാട്ടർ സർഫസിൽ മോസ്കിറ്റോ ഇരിക്കാൻ കാരണം എന്താ? വാട്ടർ സർഫസിലുള്ള ആ സർഫസ് ടെൻഷൻ കാരണമാണ്. അതുപോലെ തന്നെ ദ സോപ്പ് ബബിൾ ഫ്ലോട്ടിംഗ് ഇൻ ദ എയർ. എയറിൽ നമ്മുടെ സോപ്പ് ബബിൾസ് ഫ്ലോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സർഫസ് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ വാക്സ് ഡക്സ് ഫ്ലോട്ടിംഗ് ഇൻ ദ വാട്ടർ. വാട്ടറിനകത്ത് വാക്സ് ഡക്കുകൾ ഫ്ലോട്ട് ചെയ്തു പോകുന്നത് ആ സർഫസ്, അതിൻ്റെ വാട്ടർ സർഫസിലൊരു ടെൻഷൻ ക്രിയേറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് സർഫസ് ടെൻഷൻ്റെ മേജർ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഈസ് ദ ആംഗിൾ ഓഫ് കോൺടാക്റ്റ്. ആംഗിൾ ഓഫ് കോൺടാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ബീക്കറിനകത്ത് കുറച്ച് വാട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാട്ടറിൻ്റെ സർഫസിലെ വാട്ടറിൻ്റെ ആ സർഫസ് ലെവൽ അതിൻ്റെ ടാൻജൻറ്റും ഈ കണ്ടെയ്നറിൻ്റെ ടാൻജൻറ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് കോൺടാക്റ്റ് എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് കോൺടാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ ദാറ്റ് ദ ടാൻജൻഷ്യൽ പ്ലെയിൻ ടു ദ ലിക്വിഡ് സർഫസ് മേക്ക് വിത്ത് ദ ടാൻജൻഷ്യൽ പ്ലെയിൻ ടു ദ കണ്ടെയ്നർ വാൾ. അതായത് കണ്ടെയ്നർ വാളിൻ്റെ ടാൻജൻറ്റും നമ്മുടെ ലിക്വിഡ് സർഫസിൻ്റെ ടാൻജൻറ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് കോൺടാക്റ്റ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. അതായത് ഒന്നിൽ ഇങ്ങനെയായിരിക്കും വാട്ടറിൻ്റെ സർഫസ് ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ ടാൻജൻറ്റ് ഇങ്ങനെയായിരിക്കും പോകുന്നത്. നമ്മുടെ വാട്ടർ ബീക്കറിൻ്റെ അല്ലെങ്കിൽ കണ്ടെയ്നറിൻ്റെ വാൾ ഇങ്ങനെയാണ്. ദെർഫോർ ഈ ആംഗിളായിരിക്കും ആംഗിൾ ഓഫ് കോൺടാക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ വാട്ടർ സർഫസിൻ്റെ ടാൻജൻറ്റ് പോകുന്നത്, നമ്മുടെ കണ്ടെയ്നറിൻ്റെ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് കോൺടാക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ കാപ്പിലാരി ആക്ഷൻ. കാപ്പിലാരി ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാരോ വിഡ്ത്തുള്ള, അതായത് വളരെ ലെസ് വിഡ്ത്തുള്ള വളരെ നാരോ ആയിട്ടുള്ള ട്യൂബിനെയാണ് നമ്മൾ കാപ്പിലാരി ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാപ്പിലാരി ട്യൂബിലൂടെയുള്ള ഫ്ലൂയിഡിൻ്റെ റൈസ് അല്ലെങ്കിൽ ഡിപ്രഷനെയാണ് നമ്മൾ കാപ്പിലാരി ആക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഇപ്പോൾ കാപ്പിലാരി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റൈസ് ഓർ ഡിപ്രഷൻ ത്രൂ ദ കാപ്പിലാരി ട്യൂബ്. അതായത് കാപ്പിലാരി ട്യൂബിലൂടെയുള്ള ലിക്വിഡ്സിൻ്റെ റൈസ് ഡിപ്രഷനെയാണ് നമ്മൾ കാപ്പിലാരി ആക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഈസ് ദ വിസ്കോസിറ്റി. ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് ബൈ വിർച്യൂ ഓഫ് വിച്ച് ഇറ്റ് അപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ഓഫ് അഡ്ജസൻറ്റ് ലെയേഴ്സ്. അതായത് ഒരു ഫ്ലൂയിഡിൻ്റെ മോഷൻ അല്ലെങ്കിൽ ആ ഫ്ലോനെ പ്രിവെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുന്ന അതിൻ്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു സർഫസിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, മറ്റേ ഭാഗത്ത് കുറച്ച് തേൻ ഒഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഹണി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഫാസ്റ്റായിട്ട് മൂവ് ആവുന്നത്? വെള്ളമാണ് അല്ലേ? അപ്പോൾ വെള്ളം എന്താണ്? ലെസ് വിസ്കസ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ്. എന്നാൽ ഹണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വിസ്കസ് ആയിട്ടുള്ള ലിക്വിഡാണ്. അപ്പോൾ വിസ്കോസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു മോഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. വിസ്കസ് ഫോഴ്സിൻ്റെ അഡ്ജസൻറ്റ് ലെയേഴ്സിൻ്റെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് F is equal to minus of eta into dV by dx ആണ്. ഇവിടെ ഈറ്റ എന്ന് പറയുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്.
കോഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. CGS സിസ്റ്റത്തിൽ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പക്ഷേ CGS സിസ്റ്റത്തിൽ അതിൻ്റെ യൂണിറ്റ് വരുന്നത് പോയ്സ് ആണ്. എന്താണ്? പോയ്സ് ആണ്. 1 പോയ്സ് ഈക്വൽ ടു 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഡയമെൻഷൻ എന്ന് പറയുന്നത് കോഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഡയമെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. അതിൻ്റെ ഡയമെൻഷൻ വരുന്നത് ml⁻⁻1 t⁻⁻1 ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ആ ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓരോന്നിൻ്റെ യൂണിറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ ടൈപ്പ് ഓഫ് ലിക്വിഡ് ഫ്ലോ. നമ്മളിപ്പോൾ ലിക്വിഡ്സിൻ്റെ കുറേ പാരാമീറ്റേഴ്സ് പഠിച്ചു. പക്ഷെ ഓരോ ലിക്വിഡും ഫ്ലോ ചെയ്യുന്ന മോഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ ഉണ്ട് ലിക്വിഡ്സ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പാത്ത് ഫോളോഡ് ബൈ ദ ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ ലൈൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. എന്താണ്? ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഫോളോ ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ ലൈൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. ഇനി ഈ ലൈൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഒരു പ്രിസീഡിങ് പോയിന്റ്സ് അല്ലെങ്കിൽ പ്രിസീഡിങ് പാർട്ടിക്കിൾസ് ഫോളോ ചെയ്യുന്ന അതേ പാത്തിൽ തന്നെ അതിൻ്റെ തൊട്ട് പുറകിലുള്ള പാർട്ടിക്കിൾസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ലൈൻ ഓഫ് ഫ്ലോ തന്നെയാണ് ഇത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫ്ലോനെയാണ് നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത്. എന്താണ്? സ്ട്രീം ലൈൻ ഫ്ലോ. അതായത് നേരെയുള്ള ഒഴുക്ക്, യാതൊരു തെറ്റുകളൊന്നും ഇല്ലാതെ വളരെ സ്ട്രെയിറ്റ് പാത്തിലൂടെയുള്ള അല്ലെങ്കിൽ എല്ലാ പാർട്ടിക്കിൾസും ഒരേ പാത്തിലൂടെ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഫ്ലോനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് അവരുടെ വെലോസിറ്റി വെച്ചിട്ടാണ്. അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് വെലോസിറ്റിക്ക് താഴെ ഈ ടൈപ്പ് ഫ്ലോ ആയിരിക്കും, ആ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് വെലോസിറ്റിക്ക് മുകളിൽ ഈ ടൈപ്പ് ഫ്ലോ ആയിരിക്കും. ആ വെലോസിറ്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റിയേക്കാളും കുറവാണെങ്കിൽ അവിടെ ഫ്ലോ എന്ന് പറയുന്നത് സ്ട്രീം ലൈൻ ആയിരിക്കും. ഇനി ക്രിട്ടിക്കൽ വെലോസിറ്റിയേക്കാളും കൂടുതലാണെങ്കിൽ അവരുടെ ആ ഒരു ലൈൻ ഓഫ് ഫ്ലോ എന്തായാലും ഡിസ്റ്റർബ് ആവും അല്ലേ? ലൈൻ ഓഫ് ഫ്ലോ ഡിസ്റ്റർബ് ആവുകയും ആ പാത്ത് കൂടുതൽ സിഗ്സാഗ് മാനറിലായിരിക്കും അവരുടെ മൂവ്മെൻറ്റ് നടക്കുന്നത്. ആ ടൈപ്പ് ഓഫ് ഫ്ലോനെയാണ് നമ്മൾ ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സ്ട്രീം ലൈൻ ഫ്ലോ തന്നെ ഒരു ടൈപ്പ് ഓഫ് ഫ്ലോ ആണ് ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു ഫ്ലൂയിഡാണ്, ഒരുപാട് ലെയർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ള ഒരു ഫ്ലൂയിഡ് ആണെങ്കിൽ ഓരോ ലെയേഴ്സും മറ്റൊന്നിനെ സ്ലൈഡ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫ്ലോനെയാണ് നമ്മൾ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇപ്പോൾ നമ്മളൊരു പൈപ്പിലൂടെ വെള്ളം ഒഴുകി പോവുകയാണ്. ആ പൈപ്പിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ രണ്ട് സൈഡിലും ഡിഫറെൻ്റ് ആണ്. ഒരു സെക്ഷനിൽ എ എന്ന് പറയുന്ന സെക്ഷനിൽ അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ A1ഉം ബി എന്ന് പറയുന്ന സെക്ഷനിൽ അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ A2 ആണെങ്കിൽ ആസ് പെർ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ദ A1 V1 റോ ഇസ് ഈക്വൽ ടു A2 V2 റോ ആയിരിക്കും. ഇവിടെ റോ എന്ന് പറയുന്നത് സെയിം ഫ്ലൂയിഡാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ? ഇതിനകത്ത് ഫ്ലോ ചെയ്യുന്നത് സെയിം ഫ്ലൂയിഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെൻസിറ്റി സെയിം ആയിരിക്കും. അപ്പം നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? A1 V1 ഇസ് ഈക്വൽ ടു A2 V2 എന്ന് എഴുതാൻ പറ്റും. ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു പൈപ്പിലൂടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ A1 V1 ഈസ് ഈക്വൽ ടു A2 V2 ആയിരിക്കും. അതായത് ഈ ഒരു സെക്ഷനിലെ ഏരിയ ക്രോസ് സെക്ഷനും അവിടുത്തെ വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റ് ഈ സെക്ഷനിലെ ഏരിയ ക്രോസ് സെക്ഷൻ്റെയും അവിടുത്തെ വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഏരിയയും വെലോസിറ്റിയും തന്നിട്ടുണ്ട്, ഇവിടുത്തെ ഏരിയ മാത്രമേ തന്നിട്ടുള്ളൂ, വെലോസിറ്റി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തുകൂടെ. അപ്പം വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ക്രിട്ടിക്കൽ വെലോസിറ്റി ആൻഡ് റെയ്നോൾഡ്സ് നമ്പർ. ക്രിട്ടിക്കൽ വെലോസിറ്റി എന്താ നമ്മൾ പറഞ്ഞു അല്ലേ? ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിക്ക് മുകളിൽ ഫ്ലോ ടർബുലൻ്റ് ആയിരിക്കും, അതിന് താഴെ ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ആയിരിക്കും, സ്ട്രീം ലൈൻ ആയിരിക്കും. അപ്പോൾ ആ വെലോസിറ്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു R ഇൻറ്റു ഈറ്റ ബൈ റോ ഇൻറ്റു ഡി ആണ്. ഇവിടെ ഈ R എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. ഈ റെയ്നോൾഡ്സ് നമ്പർ ഒരു ഡയമെൻഷൻലെസ് ആണ്, കാരണം എന്താ റിയൽ നമ്പറാണ്, അതിൻ്റെ ഡയമെൻഷൻ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഇനി R-ൻ്റെ വാല്യൂ ബിലോ 1000 ആണെങ്കിൽ ആ ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ഫ്ലോ ആയിരിക്കും. എന്നാൽ R-ൻ്റെ വാല്യൂ ബിറ്റ്വീൻ 1000 ആൻഡ് 2000 ആണെങ്കിൽ ആ ഫ്ലോ അൺസ്റ്റഡി ആയിരിക്കും. ഇനി R-ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2000 ആണെങ്കിൽ ആ ഫ്ലോ എന്ന് പറയുന്നത് ടർബുലൻ്റ് ആയിരിക്കും. അപ്പോൾ R-ൻ്റെ വാല്യൂ വെച്ച് നമുക്ക് ഏത് ടൈപ്പ് ഫ്ലോ ആണെന്ന് പറയാൻ പറ്റും. ന്യൂമറിക്കൽസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഒരു പെർട്ടിക്കുലർ ഫ്ലോയുടെ ഒരു കുറച്ച് പാരാമീറ്റേഴ്സ് തന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഏത് ടൈപ്പ് ഫ്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനകത്ത് R-ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ R-ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ഫ്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ദ സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിസ്കസ് ഫോഴ്സ്, അതായത് രണ്ട് അഡ്ജസ്റ്റന്റ് ലെയേഴ്സിന് ഇടയിലുള്ള വിസ്കസ് ഫോഴ്സിൻ്റെ വാല്യൂ ആണ് സ്റ്റോക്ക് ലോ നമുക്ക് കിട്ടുന്നത്. അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ളൊരു വിസ്കസ്, അതായത്
ഫ്രീലി ഫോളിങ് സ്മൂത്ത് സ്ഫെറിക്കൽ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈസ് പ്രൊപ്പോർഷണൽ ടു ഈറ്റ ഇൻറ്റു ആർ ഇൻറ്റു വി. ഇവിടെ ഈറ്റ എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. ആ സ്ഫെറിക്കൽ ബോഡിയുടെ റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത്, വി എന്ന് പറയുന്നത് അവരുടെ വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്സ് ലോ അനുസരിച്ച് വിസ്കസ് ഫോഴ്സിൻ്റെ വാല്യൂ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഈറ്റ ഇൻറ്റു ആർ ഇൻറ്റു വി ആണ്. എഫ് ഈസ് ഈക്വൽ ടു 6π ഇൻറ്റു ഈറ്റ ഇൻറ്റു ആർ ഇൻറ്റു വി ആണ്. ഇവിടെ 6π എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ദ ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു കേസിൽ തന്നെ, അതായത് ഒരു സ്ഫെറിക്കൽ ബോഡി റേഡിയസ് ആർ ഉള്ള ഡെൻസിറ്റി റോ ഉള്ള റേഡിയസ് ആർ ഉള്ള ഒരു സ്ഫെറിക്കൽ ബോഡി കൺസിഡർ ചെയ്യാം. ആ ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ നെറ്റ് ഫോഴ്സ് 0 ആകുന്ന, അതായത് അവിടെ ആ നെറ്റ് ഫോഴ്സ് 0 ആയിട്ട് വരുന്ന ആ ഒരു കണ്ടീഷനിലുള്ള അവിടുത്തെ വെലോസിറ്റിനെയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇപ്പോൾ ടെർമിനൽ വെലോസിറ്റി V0 ആയിട്ടുള്ള കണ്ടീഷനിൽ അവിടുത്തെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 6π ഈറ്റ ആർ ഇൻറ്റു V0 ആയിരിക്കും. ഇവിടെ V0 എന്ന് പറയുന്നതാണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. And the last topic from this chapter is Bernoulli's principle. Bernoulli's principle പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണ്, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് വേറൊരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ഹൈ ആണെങ്കിൽ അവിടുത്തെ പ്രഷർ ലോ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റിൽ പ്രഷർ കൂടുതലാണെങ്കിൽ അവിടുത്തെ വെലോസിറ്റി കുറവായിരിക്കും. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറവായിരിക്കും. അങ്ങനെ കുറവും കൂടുതലും ഒരേപോലെ കീപ്പ് ചെയ്തുകൊണ്ട് അവിടുത്തെ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് നമ്മുടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ആസ് പെർ Bernoulli's equation, the sum of the pressure energy, kinetic energy and potential energy of the fluid എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് പി ബെർണോളിസ് ഇക്വേഷൻ അനുസരിച്ച് ടോട്ടൽ പ്രഷർ എനർജി പി പ്ലസ് ഹാഫ് ഇൻറ്റു ഡി വി സ്ക്വയർ, കൈനറ്റിക് എനർജി പ്ലസ് HdG എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിനകത്തുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് എനർജി കൺസേർവ്ഡ് ആയിരിക്കും. അത് ക്രിയേറ്റ് ചെയ്യാനോ ഡെസ്ട്രോയ് ചെയ്യാനോ നമുക്ക് പറ്റത്തില്ല എന്നാണ് നമ്മുടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ന്യൂമറിക്കൽസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണിത് അല്ലേ. ഒരുപാട് ഇക്വേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരുപാട് ഇക്വേഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം എക്സാമ്പിളായിട്ട്. ദ ആവറേജ് സ്പീഡ് ഓഫ് ബ്ലഡ് ഇൻ ദ ആർട്ടറി ഈസ് ഈക്വൽ ടു എത്രയും തന്നിട്ടുണ്ട്? 30 cm/s ആണ് തന്നിട്ടുണ്ട്. ആർട്ടറിയുടെ ഡയമീറ്റർ 2 cm ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഏത് ടൈപ്പ് ഫ്ലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ഫ്ലോ എന്ന് അറിയണമെങ്കിൽ ആദ്യം എന്താ അറിയണം? റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ അറിയണം. അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ. അപ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. റെയ്നോൾഡ്സ് നമ്പർ R = VC × ρ × d/η എന്ന് കിട്ടും. അപ്പോൾ അതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം അവിടെ VC ക്രിട്ടിക്കൽ വെലോസിറ്റി നമുക്കറിയാം 30 cm/s ആണെന്ന് അറിയാം. അതുപോലെ തന്നെ ഇവിടെ റോ കണ്ടുപിടിക്കണം. റോ നമുക്ക് തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് ബ്ലഡ് 1.05 g/cm³ തന്നിട്ടുണ്ട്. ഈറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ കിട്ടും. നമുക്കിവിടെ കിട്ടിയ വാല്യൂ 1575 ആണ്. അപ്പോൾ എത്രയാണ്? 1000-നും 2000-നും ഇടയിലാണ്. അപ്പോൾ അതൊരു അൺസ്റ്റഡി ഫ്ലോ ആയിരിക്കും അല്ലേ. ആറിൻ്റെ വാല്യൂ ബിലോ 1000 ആണെങ്കിൽ സ്ട്രീം ലൈൻ ആയിരിക്കും. 1000 to 2000 ആണെങ്കിൽ അത് അൺസ്റ്റഡി ഫ്ലോ ആയിരിക്കും. എബവ് 2000 ആണെങ്കിൽ അത് ടർബുലൻറ്റ് ഫ്ലോ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ആദ്യം അതിൻ്റെ റെയ്നോൾഡ്സ് നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിൻ്റെ വാല്യൂ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഫ്ലോ എന്ന് പറയാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പാരിസൺ ചോദിക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ എന്താണ്, ആ ഓരോ ഫ്ലോയുടെയും 3 സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിസിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, നമ്മളെ ഇക്വേഷൻസ് തന്നിട്ട് ഇതിൻ്റെ ഇക്വേഷൻ ഇതിലേതാണ് കറക്റ്റ് ഇക്വേഷൻസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ കറക്റ്റ് ഡയമെൻഷൻ ഏതാണെന്ന് ചോദിക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇത്രയാണ് നമ്മുടെ 9th ചാപ്റ്ററിലുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്തത് വളരെ ഷോർട്ടായിട്ടാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാ കാര്യങ്ങളും എന്താണെന്ന് ബേസിക് ടേംസ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഉടനെ തന്നെ നാഷണൽ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക, ക്ലാസ്സുകൾ കയ്യിലേക്ക് എത്തിക്കുക.
അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.